Hi all, welcome to Bukhara. നമ്മൾ ആദ്യം തഷ്കന്തിലത്തെ എല്ലാ യൂണിവേഴ്സിറ്റീസും കണ്ടു. ഇന്ന് നമ്മൾ ബുഹാറയിലെ ഈ ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ 3rd നമ്പർ യൂണിവേഴ്സിറ്റി ആയ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. തഷ്കന്തിൻ്റെ അത്ര വലിയ സിറ്റി അല്ല, പക്ഷേ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഒരുപാട് കൾച്ചറൽ മോണുമെന്റ്സും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഈ സിറ്റി കുറച്ച് പ്രത്യേകതകളുണ്ട്. തഷ്കന്ത് പോലെ സ്റ്റുഡൻസ് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആണ്, കാരണം ലിവിങ് സ്റ്റൈലും അതേപോലെ ലിവിങ് എക്സ്പെൻസും. ലിവിങ് സ്റ്റൈലും ഉസ്ബെക്കിസ്ഥാനിലും തഷ്കന്തിൻ്റെ സെയിം ലിവിങ് സ്റ്റൈൽ ആണെങ്കിലും ലിവിങ് എക്സ്പെൻസ് തഷ്കന്തിൻ്റെ അത്രയില്ല. അതേപോലെ ഈ സിറ്റിയാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റി എന്ന് പറയാം. നമ്മളെപ്പോഴും ഇന്റർനെറ്റിലൊക്കെ കാണും, ഉസ്ബെക്കിസ്ഥാനിൽ അടിച്ചാൽ എപ്പോഴും മോണുമെന്റ്സും ഒരുപാട് മോസ്കൊക്കെ കാണും. അതൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സിറ്റിയിലാണ്. ഒരു റിയൽ ഉസ്ബെക്കിസ്ഥാൻ കൾച്ചർ തന്നെ നമുക്ക് ഈ സിറ്റിയിൽ കാണാം. സോ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നമുക്ക് നേരിട്ട് കാണാം. വിൽ ഗോ ടു ദി ക്യാമ്പസ്. സോ നമ്മൾ ബുഹാറിലെത്തി. ഇത് ഞാൻ താമസിക്കുന്ന ഹോട്ടലാണ്. വെറും $30 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ബുഹാറയിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഹോട്ടലിലെ എക്സ്പെൻസ് വന്നത്. ഇത് ബുഹാറ സിറ്റിയുടെ ഒരു പാർക്ക് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഉസ്ബെക്കിസ്ഥാനിലെ. നമുക്ക് അടുത്തൊക്കെ കാണാം ഒരുപാട് മോണുമെന്റ്സും മോസ്കൊക്കെ ഉണ്ട്. അതേപോലെ ഈ സിറ്റി എത്ര ഭംഗിയായിട്ടാണ്, അതേപോലെ എത്ര ക്ലീൻ ആയിട്ടാണ് ഇവർ കൊണ്ടുനടക്കണമെന്ന് നമുക്കൊന്ന് കാണാം. അതേപോലെ എല്ലാ പാരൻസിനുള്ള മെയിൻ ഡൗട്ടാണ് ട്യൂഷൻ ഫീസ്. എല്ലാം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും അതേപോലെ യൂണിവേഴ്സിറ്റി അക്കൗണ്ടിലാണ് ട്യൂഷൻ ഫീസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തത്. ഇവിടുത്തെ എന്താണ് റിയൽ ഫുഡിൻ്റെ എക്സ്പെൻസ്. സോ നമുക്ക് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ പോകാം. എന്നിട്ട് അവിടുത്തെ ഫുഡിൻ്റെ ഇന്ത്യൻ മണിയിൽ എത്രയാണ് കമ്പാരിസൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. വളരെ ഭംഗിയാണ്. റിയലി ക്യാമറയിൽ കാണുന്ന ഭംഗിയല്ല, റിയൽ ടു റിയൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്ലേസാണ്. സിറ്റിയുടെ നടുവിൽ വളരെ ക്ലീനായി ഒരു പാർക്കിൻ്റെ നടുവിൽ ഒരു ചെറിയ പോണ്ടും അതേപോലെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിൽ കയറി നോക്കാം അവിടുത്തെ മെനു എന്തൊക്കെയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഉസ്ബെക്കിസ്ഥാനിലെ തന്നെ ഏറ്റവും ഫേമസ് ആയൊരു ഫുഡാണ് പ്ലോവ്. ആ പ്ലോവ് തന്നെ ബുഹാറ പ്ലോവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ആ റൈസിൻ്റെ ആ ഡിഷ് ഒറിജിൻ ആയിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അവർ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരിലോട്ടുള്ള ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സിറ്റിയിൽ ഇവിടുത്തെ ക്ലെൻലിനെസ്സിന് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. Assalamu alaikum. Здравствуйте. Что у вас есть самое вкусное? ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് കുറവാണ്. നമ്മൾ ഏറ്റവും എക്സ്പെൻസീവായ വളരെ ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റിലാണ് ബുഖാറയിൽ. നമുക്ക് ഇവിടുത്തെ മെനുവിലൊക്കെ ഒന്ന് കമ്പാരിസൺ നമുക്ക് ചെയ്യാം. സോ ഒരു നേരത്തെ ഫുഡിന് ഏകദേശം ബീഫ്, ഓണിയൻ, ക്യാബേജ്, ഇവരുടെ ഒരു ഏകദേശം ഒരു 350 ഗ്രാമുള്ള റിയൽ ഒരു മീറ്റ് ഡിഷിന് ഇവിടെ എത്ര വില വരണമെന്ന് നോക്കാം. യുഗൂർ ലഗ്മ, അതായത് നമ്മുടെ നാട്ടിലത്തെ നൂഡിൽസ് അല്ല, സോ കൈൻഡ് ഓഫ് നൂഡിൽസാണ്. ആ ഡിഷിന് ഏകദേശം വരുന്നത് ഇവിടുത്തെ 38,000 സോമാണ്. 38,000 സോം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 200 രൂപ 220 രൂപയാണ് ഏകദേശം അടുത്ത് വരുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആവുന്ന ഒരു നേരത്തെ ഫുഡിൻ്റെ വില. സോ ഒരു സ്റ്റുഡൻറ്റിന് നമ്മുടെ നാട്ടിലത്തെ ഒരു 5,000 രൂപ 7,000 രൂപ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കുക്ക് ചെയ്യാനാണെങ്കിൽ അത് ധാരാളമാണ്. ഇനി ഇടയ്ക്ക് പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നും ഇവിടെ എക്സ്പെൻസീവ് അല്ല. യൂറോപ്പ് പോലെ ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രി അല്ല. സോ ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ. ഇതാണ് ഞാൻ പറഞ്ഞൊരു ഫുഡ്. ഏകദേശം 350 ഗ്രാമുള്ള ഈ ഫുഡിൻ്റെ വില 38,000. നാട്ടിലത്തെ ഏകദേശം $3 അടുത്താണ് ഇവിടുത്തെ വില വരുന്നത്.